നമുക്ക് മെച്യൂരിറ്റി ആയി എന്നതിൻ്റെ കുറച്ച് സൈനുകളുണ്ട്. ഒന്ന്, കാര്യങ്ങൾ പേഴ്സണലായിട്ട് എടുക്കുന്നത് നിർത്തും. സോ വാട്ട് ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? സോ വാട്ട് എടാ നിന്നെ കൊണ്ട് ഇത് പറ്റൂല, സോ വാട്ട് എടാ സോ വാട്ട് ആറ്റിറ്റ്യൂഡ്, സോ വാട്ട് നമ്മൾ തളരൂല. മെച്യൂരിറ്റിയുടെ സൈനാണത്. തളരൂല. പേഴ്സണലായിട്ട് എടുക്കുന്നത് നിർത്തും. ആളുകളെ കുറ്റം പറയുന്നത് നിർത്തും. എല്ലാവരും അല്ല കേട്ടോ, ചിലവർ വളരും തോറും കുറ്റം കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടാവും. ഇത് മെച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാളെ കുറ്റം പറയുന്നതൊക്കെ നിർത്തും. ജീവിതത്തെ കുറച്ചും കൂടി ഒരു മെച്യൂരിറ്റി ഏജിലേക്കൊക്കെ വരുമ്പോഴാണ് സംഭവിക്കുക, റിഗാർഡ്ലെസ് ഓഫ് ഏജ്. പിന്നെ ഒരു കോംപ്ലക്സ് ഒക്കെ കുറയും. എന്നെ നേരിട്ട് വന്ന് കല്യാണത്തിന് വിളിച്ചാലേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞിരുന്ന ആൾ കുറേ കൂടി മെച്യൂരിറ്റി ആകുമ്പോൾ ഒരു വാട്സപ്പിൽ കിട്ടിയാൽ മതി, ഇവിടെ കല്യാണം നടക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ 5-8 എണ്ണം ഒരുമിച്ച് ഡ്രസ്സ് മാറിപ്പോയിട്ട് മൂക്കുമുട്ടടിച്ചിട്ട് അഭിനന്ദിച്ചിട്ട് ഒരു വാട്സപ്പിൽ വിളിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കണ്ടാൽ മതി. അയാൾ കഷ്ടം ചൊറിയാൻ വേണ്ടി ഇങ്ങനെ മാന്തിയപ്പോൾ കൈ ഇങ്ങനെ ആട്ടിയപ്പോൾ എന്നെ ക്ഷണിച്ചതായിരിക്കാം എന്നും കരുതി അങ്ങോട്ട് ചെല്ലാൻ വരെ തയ്യാറാണ്. ഇനി വിളിക്കണമെന്ന് പോലുമില്ല. നിങ്ങളും പോയിട്ടില്ലേ കുറേ അങ്ങനത്തെ കല്യാണത്തിന്? പിന്നെ വിളിക്കാത്ത വിവാഹത്തിൽ പോവുകയും അവരെ ആശീർവദിക്കുകയും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് വരെ വരും. ആരോ അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ നിങ്ങൾ? അതൊക്കെ രസം. അത് മെച്യൂരിറ്റി അല്ല കേട്ടോ. പിന്നെ കുറേ ഉണ്ടാവും പേഴ്സണലായിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മൾ ആളുകളെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചു തുടങ്ങും. നമ്മൾ ജീവിതം കുറേയും കൂടി സന്തോഷകരമായിട്ട്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരോടൊക്കെ നമുക്കൊക്കെ തോന്നുന്ന ഒരു അസൂയൊക്കെ അതാണ്. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഒരു കല്യാണത്തിന് ഒരു ചെക്കൻ ഡാൻസ് കളിക്കുകയോ പെണ്ണ് ഡാൻസ് കളിക്കുകയോ എന്നുള്ള പരിപാടിയൊന്നുമില്ല. നാണിച്ചിട്ടൊക്കെ വരുന്നു. അവിടെ കിടന്നിട്ട് ഒരുത്ത പാട്ട് പാടുന്നുണ്ടാവും. ആ കുടുംബത്തിൽ ഒരുത്തം പോലും ഡാൻസ് കളിക്കില്ല. ആകെ ഡാൻസ് കളിക്കുന്ന ഏതോ ഒരു അമ്മാവൻ 2 എണ്ണം വിട്ടിട്ട് ഇങ്ങനെ ആക്കുന്നത്. ഇതാണ് ഡാൻസ്. അത് തന്നെ ആളുകൾ കുറ്റം പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഡാൻസ് കളിച്ചാലേ കല്യാണം മുന്നോട്ട് പോവും. കെട്ടുന്നതിന് മുമ്പ്, താലി എടുക്കുന്നതിന് മുമ്പ് ഈ പൂജാരി പറയാ ഒക്കെ അടുത്ത ചടങ്ങാണത് പെണ്ണിൻ്റെ ഡാൻസ്. മെച്യൂരിറ്റി ആവുമ്പോൾ നമ്മൾ ആ കോംപ്ലക്സ് ഒക്കെ നിർത്തും, അവസാനിക്കും. ജീവിതത്തെ കുറേയും കൂടിയും വിശാലമായി കാണാൻ തോന്നും. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കും. ആ വാക്കെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും. ആ ഒരു മെച്യൂരിറ്റിയുടെ സൈനാണത്.